ദൈവം എൻ്റെ കൂടെയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാളുടെ ജീവിതത്തിൽ ശരിക്കും ദൈവസാന്നിധ്യമുണ്ടോ? ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുള്ള ഒരു സംശയമായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു പ്രഭാഷണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പണ്ടുകാലത്ത് പരീശന്മാർ യേശുവിനെ സംശയത്തോടെ ചോദ്യം ചെയ്തതു മുതൽ ഇന്ന് നമ്മുടെ കാലത്ത് ഒരാളുടെ ജീവിതത്തിലെ വലിയ വിജയങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നതുവരെ ഈ ചോദ്യം പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന 7 വ്യക്തമായ അടയാളങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബൈബിളിൽ നിന്ന് തന്നെയുള്ള 7 കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യത്തെ കുറച്ച് അടയാളങ്ങളെന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഒരാളുടെ പ്രവൃത്തികൾ, അവർ ഈ ലോകത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് സാധാരണ വിശദീകരണങ്ങൾക്കപ്പുറത്തുള്ള ചില പ്രവൃത്തികൾ. രണ്ടാമത്തേത് എപ്പോഴും നന്മ ചെയ്യുന്ന ഒരു ശീലം. പിന്നെ ഒരാളുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന വലിയ മാറ്റങ്ങൾ. ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തായിരിക്കും. അതിന് നമുക്ക് അമാനുഷികം എന്നൊക്കെ പറയാം. മോശ ഫറവോന്റെ മന്ത്രവാദികളെ നേരിട്ട ആ സംഭവം ഓർക്കുന്നില്ലേ? മോശ കാണിച്ച അത്ഭുതങ്ങൾ സാധാരണ മാന്ത്രിക വിദ്യയല്ല. ഇതിന് പിന്നിൽ ദൈവത്തിന്റെ വിരലാണ് എന്ന് അവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. അതുപോലത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെ അടയാളം വളരെ ലളിതമാണ്, പക്ഷേ അത്രത്തോളം തന്നെ ശക്തവുമാണ്. തിന്മ തിരഞ്ഞെടുക്കുന്നതിന് പകരം നന്മ ചെയ്യാൻ വേണ്ടി മാത്രമായി മാറ്റിവെച്ച ഒരു ജീവിതം. അതായത് ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഈ പ്രഭാഷണം ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നന്മയെ അന്വേഷിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവം കൂടെയുണ്ടെന്ന് സത്യസന്ധമായി പറയാൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ അടയാളം, ഒരാളുടെ സാഹചര്യം ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്തുനിന്ന് പെട്ടെന്ന് അത്ഭുതകരമായിട്ട് മെച്ചപ്പെടുന്നത് കാണുമ്പോൾ അത് ദൈവസാന്നിധ്യത്തിന്റെ ഒരു സൂചനയാണ്. ഇതിനേറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് ജോസഫിന്റെ ജീവിതം, അല്ലേ? ജയിലിൽ കിടന്ന ഒരാള് എങ്ങനെയാണ് ഒരു വലിയ രാജ്യത്തിന്റെ ഭരണാധികാരിയായത്? അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: ദൈവം കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം. അപ്പോ പുറമേ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് ഇനി നമുക്ക് ഒരാളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിലേക്കും തീരുമാനങ്ങളിലേക്കും വരാം. അടുത്തതായി നമ്മൾ നോക്കുന്ന അടയാളങ്ങൾ ഒരു വ്യക്തിക്ക് ദൈവവചനത്തോടുള്ള ബന്ധം, അവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവർ ആരെയാണ് മാതൃകയാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ പെട്ടകം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു, അല്ലേ? അതുപോലെ തന്നെ ദൈവവചനമായ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ആ ദൈവസാന്നിധ്യം കൂടെ കൊണ്ടു നടക്കുകയാണ് എന്നാണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത്. അടുത്തത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നവരിൽ നിന്നോ ഒക്കെ നമുക്ക് ചില അനുഗ്രഹവാക്കുകൾ കിട്ടിയിട്ടുണ്ടാവാം. അതും ദൈവസാന്നിധ്യത്തിന്റെ ഒരു വലിയ തെളിവാണ്. ഒന്ന് ഓർത്തു നോക്കൂ, യാക്കോബും ദാവീദുമൊക്കെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിന്നോടുകൂടെ ഇരിക്കും എന്നനുഗ്രഹിച്ചു. ആ വാക്കുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങളുണ്ടായി. അപ്പോൾ അത്തരം അനുഗ്രഹങ്ങൾ വളരെ പ്രധാനമാണെന്നാണ് ഈ വിശകലനം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായ ഒരു മാതൃകയാണ് നമുക്ക് മുന്നിൽ വെച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ നോക്കി ജീവിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ നോക്കി ജീവിക്കുക. വെറുതെ കേട്ടിട്ട് പോയാൽ പോരാ, കണ്ടുപഠിച്ച് അത് ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ ചെയ്യുമ്പോൾ സമാധാനത്തിന്റെ ദൈവം കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പുകൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ശരി, നമ്മൾ ഇതുവരെ ബാഹ്യവും ആന്തരികവുമായ ഒരുപാട് അടയാളങ്ങൾ കണ്ടു. പക്ഷേ ഏറ്റവും വലിയ, ഏറ്റവും അവസാനത്തെ തെളിവ് വരുന്നത് ഇതൊന്നുമല്ല, അത് മറ്റൊരിടത്തു നിന്നാണ്. അതായത് നമ്മൾ സ്വയം പറയേണ്ട ഒരു കാര്യമല്ല ഇത്. ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് നമ്മൾ തന്നെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അതെ, ഏറ്റവും വലിയ സാക്ഷ്യം വരേണ്ടത് നമ്മളിൽ നിന്നല്ല, മറ്റുള്ളവരിൽ നിന്നാണ്. ഒരുപക്ഷെ നമ്മളെ അറിയാത്ത ആളുകൾ പോലും നമ്മുടെ ജീവിതം കണ്ടിട്ട് പറയുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നുവെന്ന്. അതിനേക്കാൾ വലിയൊരു സ്ഥിരീകരണം വേറെയില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ തെളിവ്. നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ എന്ത് സ്വാധീനമുണ്ടാക്കുന്നു എന്നത്. അത് സ്വയം സംസാരിക്കും, നമ്മൾ പറയാതെ തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. ഈ വിശകലനത്തിന്റെ എല്ലാം കാതലെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ പറഞ്ഞ 7 അടയാളങ്ങളും കയ്യിൽ വെച്ചിട്ട് മറ്റുള്ളവരെ അളക്കാനോ വിധിക്കാനോ ഉള്ളൊരു ചെക്ക്ലിസ്റ്റ് അല്ല ഇത്. യഥാർത്ഥ വെല്ലുവിളി പുറത്തേക്ക് നോക്കുന്നതല്ല, നമ്മുടെ സ്വന്തം ഉള്ളിലേക്ക് നോക്കുക എന്നതാണ്. ഈ അടയാളങ്ങളെല്ലാം മറ്റൊരാളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കുന്നതിനു പകരം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാനാണ്.
കാരണം അവസാനം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: മറ്റൊരാളുടെ കൂടെ ഉണ്ടോ എന്നല്ല, ദൈവം എന്നോടൊപ്പമുണ്ടോ?